ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലിയോണ. ഇന്ന് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നെറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും റെക്കറിംഗ് ആയിട്ടും ചോദിച്ചു വരുന്ന ഒരു ഓതറിനെ പറ്റിയുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തെ ഓപ്ഷൻസ് എല്ലാം അത്യാവശ്യം ഡെപ്തിൽ നോക്കി അനലൈസ് ചെയ്ത് ബാക്കിയുള്ള റൈറ്റേഴ്സിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം ആദ്യത്തെ ലിസ്റ്റിലെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. എൻഗൂഗി, ഏമി സിസേർ, ഫ്രാൻസ് ഫാനൻ, ചിന്നു അച്ചബെ അല്ലെ. ഇനിയും ലിസ്റ്റ് 2 ടെക്സ്റ്റുകളാണ്, 4 ടെക്സ്റ്റുകളാണ് കൊടുത്തേക്കുന്നത്. ടുവേർഡ്സ് ദി ആഫ്രിക്കൻ റെവല്യൂഷൻ, there was a country, the language of languages, discourse on colonialism. ഓക്കെ, അപ്പം എൻഗൂഗിയും ചിന്നു അച്ചബെയാണ് നമ്മൾ നോർമലായിട്ട് എപ്പോഴും കേട്ടിട്ടുള്ള 2 ഓതേഴ്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സ് ആണ് ഏമി സെസേറും ഫ്രാൻസ് ഫാനനും. ഫ്രാൻസ് ഫാനിനെ പറ്റി പിന്നെ കേട്ടിട്ടുണ്ട്, ദ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്നൊക്കെ പറഞ്ഞുള്ള വർക്ക് പുള്ളിയുടെയാണ്. അപ്പം ഇവരുടെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടുവേർഡ്സ് ദി ആഫ്രിക്കൻ റെവല്യൂഷൻ, ഇത് ആരുടെ വർക്കാണ്? There was a country, the language of languages, discourse on colonialism. അപ്പം ഓപ്ഷൻസ് ടേബിൾ വലിയാണ്, ഞാൻ ഓപ്ഷൻസ് അടുത്ത പേജിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ തന്നെ ഇത് കണ്ടിട്ട് പേടിക്കണം. നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പം ഇങ്ങനെ തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് വരാറുള്ളത്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലമുള്ളപ്പം നമുക്ക് മനസ്സിലാവും ഇത് കണ്ട് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. സെക്കൻഡ് ആൻസർ ആണ് വരുന്നത് A3, B4, C1, D2. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാന്ന് നോക്കാം. A3. അപ്പൊ എൻഗോഗി എഴുതിയിട്ടുള്ളത് ദ ലാംഗ്വേജ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന വർക്കാണ്. വരുന്നത് B4 അല്ലെ. B4 എയിം സെസേർ, അത് ഡിസ്കോഴ്സ് ഓൺ കൊളോണിയലിസം എന്ന് പറയുന്ന വർക്കാണ്. ഓക്കെ, പിന്നെ C1 ആണ് വരുന്നത് ഫ്രാൻസ് ഫാനന്റെ ടുവേർഡ്സ് ദി ആഫ്രിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്ന വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചിന്നു അച്ചബെയുടെ ഡി വരുന്നത് ദെയർ വാസ് എ കൺട്രി ആണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ് ദെയർ വാസ് എ കൺട്രി. സോ എൻഗൂഗിയുടെ വരുന്ന ഏതാണ്? എൻഗൂഗിയുടെ വരുന്നത് ലാംഗ്വേജ് ഓഫ് ലാംഗ്വേജസ്. എയിം സെസേറിന്റെ വരുന്നത് ഡിസ്കോഴ്സ് ഓൺ കൊളോണിയലിസം. ഫ്രാൻസ് ഫാനന്റെ വരുന്നത് ടുവേർഡ്സ് ദി ആഫ്രിക്കൻ റെവല്യൂഷൻ. ചിന്നു അച്ചബെ ദെയർ വാസ് എ കൺട്രി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ആദ്യത്തേത് തന്നെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരാറുള്ളത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സിന് പിന്നെ ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്ക്സ് ഒരുപാട് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമുക്ക് മൊത്തത്തിൽ എല്ലാ റൈറ്റേഴ്സിന്റെ വർക്ക്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പാടുപെടും നമ്മൾ ആൻസർ ചെയ്യാൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് നോവൽസ് ബൈ ചിന്നു അച്ചബെ ഇൻ ഓർഡർ ഓഫ് ദെയർ പബ്ലിക്കേഷൻ. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് നോവൽസ് ബൈ ചിന്നു അച്ചബെ ഇൻ ദി ഓർഡർ ഓഫ് ദെയർ പബ്ലിക്കേഷൻ. അപ്പം ഈ 5 നോവൽസും ചിന്നു അച്ചബെയുടെ തന്നെയാണ് അല്ലെ. എ മാൻ ഓഫ് ദ പീപ്പിൾ, തിങ്സ് ഫോൾ അപ്പാർട്ട്, ആരോ ഓഫ് ഗോഡ്, ആൻഡ് ഹിൽസ് ഓഫ് സവാന, നോ ലോങ്ങർ അറ്റ് ഈസ്. എ മാൻ ഓഫ് ദ പീപ്പിൾ, തിങ്സ് ഫോൾ അപ്പാർട്ട്, ആരോ ഓഫ് ഗോഡ്, ആൻഡ് ഹിൽസ് ഓഫ് സവാന, നോ ലോങ്ങർ അറ്റ് ഈസ്. അപ്പോൾ ഈ തിങ്സ് ഫോൾ അപ്പാർട്ട് ആണ് ഏറ്റവും ഫേമസ് ആയിട്ട് ചിന്നു അച്ചബെയുടെ വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഹിൽസ് ഓഫ് സവാനയും അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഇയേഴ്സ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, മാൻ ഓഫ് പീപ്പിൾ വരുന്നത് 1966 ആണ്. ഓക്കെ, തിങ്സ് ഫോൾ അപ്പാർട്ട് വരുന്നത് 1958, ആരോ ഓഫ് ഗോഡ് 1964, ആൻഡ് ഓഫ് സവാന 1987, നോ ലോങ്ങർ അറ്റ് ഇറ്റ്സ് 1960. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ഇയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർക്ക് ഏതാണ്? ആദ്യത്തെ ഇയർ ഏതാണ്? 1958. അപ്പൊ തിങ്സ് ഫോൾ അപ്പാർട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ചിന്നു അച്ചബെയുടെ ഫേമസ് ആയിട്ടുള്ള തിങ്സ് ഫോൾ അപ്പാർട്ട് തന്നെയാണ് ആദ്യത്തെ വർക്ക്. ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്ന ആദ്യത്തെ വർക്ക് തിങ്സ് ഫോൾ അപ്പാർട്ട് തന്നെയാണ്. പിന്നെ നോ ലോങ്ങർ അറ്റ് ഈസ്, അത് 1960ലാണ്. 58 കഴിഞ്ഞിട്ട് 60ൽ അടുത്ത് ഇറങ്ങിയിട്ടുള്ളത് നോ ലോങ്ങർ അറ്റ് ഈസ്, അതാണ് ക്രോണോളജിയിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. ഇനിയും അടുത്ത ഓപ്ഷൻ 1964ലെ ആരോ ഓഫ് ഗോഡ്. 1964ലെ ആരോ ഓഫ് ഗോഡ് ആണ് ക്രോണോളജിയിൽ തേർഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1966 മാൻ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, മാൻ ഓഫ് ദ പീപ്പിൾ അതാണ് ഫോർത്ത് ഓപ്ഷൻ വരുന്നത്. പിന്നെ ആൻഡ് ഹിൽസ് ഓഫ് സവാന ഇസ് ദ ലാസ്റ്റ് വൺ, 1987. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്? ബി അല്ലെ, തിങ്സ് ഫോൾ അപ്പാർട്ട്. അപ്പം B, E,
BECAD, BECAD എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. BECAD. Okay, it's the third option. BECAD. Okay, BECAD ആണ് ഓപ്ഷൻ. സോ what we have to do is നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇയേഴ്സ് നെറ്റ് എക്സാമിന് ഒരു വിട്ടുവീഴ്ചയല്ല നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ്. അത് എല്ലാ റൈറ്റേഴ്സിന്റെ എല്ലാ വർക്ക്സും എസ്സേസും നോവൽസും എല്ലാം നമ്മളത് പഠിക്കേണ്ടത് തന്നെയാണ്. അത് നിങ്ങൾ കോഡ് വെച്ചോ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് എന്ത് രീതിയിലാണെന്ന് വെച്ചാൽ അത് പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. ഓക്കെ, the third question, who among the following African writers observed that oh my body make of me always a man who questions? Oh my body make of me always a man who questions. So the four options are Chinua Achebe, Frantz Fanon, Ngugi wa Thiong, Toni Morrison. Okay, അപ്പം ചിന്നു അച്ചബെ കണ്ടിട്ട് ചിന്നു അച്ചബെ ആണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ്സ് നോട്ട് ചിന്നു അച്ചബെ, ഇറ്റ്സ് അനദർ റൈറ്റർ. അപ്പം നമ്മൾ ചിന്നു അച്ചബയുടെ പേര് വരുന്ന ക്വസ്റ്റ്യൻസും ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആസ് ചിന്നു അച്ചബയുടെ വർക്ക്സ് വരുന്ന ക്വസ്റ്റ്യൻസിനെ പോലെ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അല്ലേ. ഓപ്ഷൻസിൽ വെക്കുമ്പോൾ നമുക്ക് ചിന്നു അച്ചബേനെ ഒന്നും കൂടെ റിവൈസ് ചെയ്തും വായിച്ചു പോകാനും അത് സഹായിക്കും. ഓക്കെ, so oh my body make of me always a man who questions. So the answer is Frantz Fanon. Okay, the answer is Frantz Fanon, and he wrote this in this work. Okay, Black Skin, White Masks. Okay, Black Skin, White Masks എന്ന് പറയുന്ന ഫ്രാൻസ് ഫാനന്റെ വർക്കിലാണ് ഓ മൈ ബോഡി മേക്ക് ഓഫ് മീ ഓൾവേസ് എ മാൻ ഹു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ കോട്ട്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് ഏകദേശം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോച്ച് ഏതാണെന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഫ്രാൻസ് ഫാനന്റെ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറയുന്ന ഈ വർക്കിൽ നിന്നാണ് ഈ കോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following works is not written by Chinua Achebe? Which of the following works is not written by Chinua Achebe? Hour of God, No Longer at Ease, An Image of Africa, Weep Not Child. Okay, Hour of God നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടു മറ്റേ ഓപ്ഷനിൽ. നോ ലോങ്ങർ അറ്റ് ഈസ് അതും നമ്മൾ നേരത്തെ ആ 5 ഓപ്ഷനിൽ നമ്മൾ കണ്ടതാണ്. ക്രോണോളജി വൈസ് നമ്മൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്ന ഓപ്ഷനിൽ. പിന്നെ ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക, ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക, ആൻ ഇമേജ് ഓഫ് ആഫ്രിക്ക മാത്രമാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത്. പിന്നെ വീപ്പ് നോട്ട് ചൈൽഡ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 2 രീതിയിലാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ചിന്നു അച്ചബയുടെ എല്ലാ വർക്ക്സും നമുക്കറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ഇസ് നോട്ട് റിട്ടൺ. അപ്പൊ ഈ എഴുതിയിട്ടല്ലാത്ത ചിന്നു അച്ചബെ എഴുതിയിട്ടല്ലാത്ത വർക്ക് ആരാണ് എഴുതിയത് എന്ന് നമുക്കറിയാമെങ്കിലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നൗ ദി ഓപ്ഷൻ ഇസ് ദ ഫോർത്ത് ഓപ്ഷൻ, വീപ്പ് നോട്ട് ചൈൽഡ്. ഓക്കെ, വീപ്പ് നോട്ട് ചൈൽഡ്. So this is not written by Chinua Achebe. Okay, so the other options, Arrow of God, No Longer at Ease, An Image of Africa are all written by Chinua Achebe. Arrow of God ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1964 എഴുതിയിട്ടുള്ളത്. No Longer at Ease അത് 1916 എഴുതിയിട്ടുള്ളത്. ഓക്കെ, 1960. ഇപ്പോൾ ഒരു 1960s ആ ഒരു റേഞ്ചിൽ ഇപ്പം ചില ക്വസ്റ്റ്യനിൽ വരുമ്പോഴത്തേനും ഭയങ്കര ഡിഫറൻസ് കാണും ഇയേഴ്സ് തമ്മിൽ. നമുക്ക് ഏകദേശം ഇവർ എഴുതിയിട്ടുള്ള ഒരു കാലഘട്ടം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനൊക്കെ അത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, which among the following are true in the context of Chinua Achebe? Which among the following are true in the context of Chinua Achebe? He wrote Arrow of God and Things Fall Apart. Okay, that's the first option. No, these are not the options. ഇതല്ല നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ 5 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ചിന്നു അച്ചബെ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് സത്യം, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഹി റോട്ട് ആരോ ഓഫ് ഗോഡ് ആൻഡ് തിങ്സ് ഫാൾ അപ്പാർട്ട്. His novelist as teacher is a seminal essay in the context of African literature. The name of the tribe he depicted in Things Fall Apart is Igbo. He is a Kenyan-born American literator. He wrote the essay An Abolition of English Department. Okay, An Abolition of English Department. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഹി റോട്ട് ആരോ ഓഫ് ഗോഡ് ആൻഡ് തിങ്സ് ഫാൾ അപ്പാർട്ട്. നമ്മൾ അത് നേരത്തെ കണ്ടതാണ്. ആരോ ഓഫ് ഗോഡും തിങ്സ് ഫാൾ അപ്പാർട്ടും രണ്ടും ചിന്നു അച്ചബയുടെ വർക്ക്സ് തന്നെയാണ് അല്ലേ. 1964. ഇതേതായിരുന്നു? തിങ്സ് ഫാൾ അപ്പാർട്ട് ഏതായിരുന്നു? 1958.
ഓക്കെ, 1964 ആൻഡ് 1958. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എ ഇസ് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ചിന്നു അച്ചബെ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഹിസ് നോവലിസ്റ്റ് ആസ് ടീച്ചർ ഇസ് എ സെമിനൽ എസ്സേ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. That is also true. Novelist as teacher is an essay by Chinua Achebe. Okay, അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, the name of the tribe he depicted in Things Fall Apart is Igbo. ഇഗ്ബോ എന്ന് പറയുന്ന ട്രൈബിന്റെ പേരാണ് തിങ്സ് ഫോൾ അപ്പാർട്ടിൽ ചിന്നു അച്ചേബെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. So Igbo is also a language. So he wrote in this language. ഈ ലാംഗ്വേജിലാണ് ചിന്നു അച്ചബെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത്. ഓക്കെ, ഇഗ്ബോ എന്നുള്ള ഒരു ലാംഗ്വേജും കൂടാണ്. തിങ്സ് ഫോൾ അപ്പാർട്ടിൽ അത് ട്രൈബിന്റെ പേരുമാണ്. ഓക്കെ, സോ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ഹി ഈസ് എ കെന്യൻ ബോൺ അമേരിക്കൻ ലിറ്ററേറ്റർ. ഓക്കെ, കെന്യൻ, ഇത് വായിക്കുന്നത് ലിറ്ററേറ്റർ എന്നാണ് കേട്ടോ, ലിറ്ററേറ്റർ. ഓക്കെ, ഹി ഈസ് എ കെന്യൻ ബോൺ അമേരിക്കൻ ലിറ്ററേറ്റർ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇസ് ഹി എ കെന്യൻ? He is not a Kenyan. Okay, Chinua Achebe Kenyan alla. He is actually a Nigerian writer. Okay, he is actually a Nigerian writer. Okay, and this statement is false. He is not a Kenyan writer. In his last statement, he wrote the essay An Abolition of English Department. An Abolition of English Department. ഈ essay Chinua Achebe ആണോ എഴുതിയത്? അല്ല. ഓക്കെ, ഇത് ചിന്നു അച്ചബെ അല്ല എഴുതിയത്. ഇത് എഴുതിയത് എൻഗൂഗി വാത്തിയോങ് ആണ്. ഓക്കെ, ദിസ് വാസ് റിട്ടൺ ബൈ എൻഗൂഗി വാത്തിയോങ് ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1972. ഓക്കെ, ദിസ് എസ്സേ വാസ് റിട്ടൺ ഇൻ 1972. അപ്പം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയി, പക്ഷെ ഡിയും ഇയും ആർ false. It was not a work or it is not true in the context of Chinua Achebe. Okay, അങ്ങനെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയും അനാലിസിസും റീഡിങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് താനും. ഇപ്പം നമ്മളൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ ചിന്നു അച്ചബെ തന്നെ അത്യാവശ്യം വർക്ക്സ് നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയും അതിൻ്റെ അകത്ത് ഏതൊക്കെ ഇയർ ആണെന്നുള്ള ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്നുള്ള എല്ലാ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിനായിട്ട് CEC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺകോർഡ് ബാച്ച് ഉണ്ട്. സോ ഇറ്റ് സ്റ്റാർട്ടിങ് ഇൻ ഡിസംബർ. സോ ഈ കോൺകോർഡ് ബാച്ചിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് 2 attempts അല്ലേ. ഇപ്പൊ ജനുവരിയിൽ നമുക്ക് ഒരു എക്സാം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂണിൽ ഒരു എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പം ജനുവരിയിലെ എക്സാമും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന എക്സാമും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ഡിസംബറിലാണ് തുടങ്ങുന്നത്. അപ്പം ജനുവരിയിലേക്കുള്ള പ്രിപ്പറേഷനും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ജൂണിൽ നിങ്ങൾ JRF എയിം ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് പറ്റും. അപ്പം ജൂണിലത്തേക്കുള്ള പ്രിപ്പറേഷൻ ഇടയ്ക്ക് ജനുവരിയിലെ എക്സാം നിങ്ങൾ മറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇതുപോലത്തെ ഇൻഡെപ്ത് അനാലിസിസും ഇതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റി നിങ്ങളെ ശരിക്കും ഈ ബാച്ചിലുള്ള ഫാക്കൽറ്റി നിങ്ങളെ സഹായിക്കും. സോ ഇഫ് യു വാണ്ട് ടു എൻറോൾ ഫോർ ദിസ് പ്ലീസ് കോൺടാക്ട് ദ നമ്പേഴ്സ് മെൻഷൻ ഇൻ ദിസ് ബാനർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു റോട്ട് ദ ഷോർട്ട് സ്റ്റോറി ദ വോട്ടർ? ഓക്കെ, ഹു റോട്ട് ദ ഷോർട്ട് സ്റ്റോറി ദ വോട്ടർ? 4 ഓപ്ഷൻസ് ആണ്. ചിമമൻഡ എൻഗോസി അഡിച്ചി, ചിനുവ അച്ചേബി, എൻഗൂഗി വാത്തിയോങ്, വേൾഡ് സോയിങ്ക. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ആരാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയത്? ഇതിന്റെ ആൻസർ ചിന്നു അച്ചബി ആണ്. വോട്ടർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് അച്ചബി തന്നെയാണ്. സോ ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് എ പേഴ്സൺ ഹു ഇസ് കോട്ട് ഇൻ ബിറ്റ്വീൻ ട്രഡീഷണൽ കൾച്ചർ ആൻഡ് മോഡേൺ കൾച്ചർ. ഓക്കെ, അപ്പം ഈ ഏത് കൾച്ചറിലോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാള് ഇനിയും എലക്ഷൻ ക്യാമ്പയിൻസ് വരുമ്പോഴത്തേനും അതിലെ ഡിസിഷൻ അനുസരിച്ചിരിക്കും ട്രഡീഷണൽ കൾച്ചർ വേണോ അതോ മോഡേൺ കൾച്ചർ എംബ്രേസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ മാറ്റിക്കിട്ടാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് വോട്ടർ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയുടെ പേര് വരുന്നത്. സോ ഇറ്റ് വാസ് റിട്ടൺ ബൈ ചിന്നു അച്ചബെ. ഓക്കെ, 7th question. Enno Ego is a character in Chinua Achebe's Anthills of Savannah, Chimamanda Ngozi, Half of a Yellow Sun, Buchi Emecheta's The Joys of Motherhood, Ben Okri's The Famished Road. ആരുടെ
വർക്കിലാണ് എന്നു ഈഗോ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നു ഈഗോ. അപ്പം ഈ ക്യാരക്ടർ വരുന്നത് ബുച്ചി എമച്ചറ്റയുടെ ദി ജോയ്സ് ഓഫ് മദർഹുഡ് എന്ന് പറയുന്ന വർക്കിലാണ്. ഓക്കെ, എന്നു ഈഗോ. സോ ചിന്നു അച്ചബയുടെ ആൻഡ്രൽസ് ഓഫ് സവാനയിൽ വരുന്ന ക്യാരക്ടറാണ് ക്രിസ് ഒറീക്കോ. ക്രിസ് ഒറീക്കോ. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഈ വർക്ക്സിലെ പ്രൊട്ടഗോണിസ്റ്റുകളുടെ പേരാണ്. ഓക്കെ, ക്രിസ് ഒറീക്കോ ആണ് ചിന്നു അച്ചബയുടെ ആൻഡ്രൽസ് ഓഫ് സവാനയിൽ വരുന്നത്. ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്ന ചിമ്മമണ്ടയുടെ വർക്കിൽ വരുന്നത് ഉഗ്ഗു. ഓക്കെ, ഉഗ്ഗു എന്ന് പറയുന്ന ക്യാരക്ടറാണ് വരുന്നത് ചിമ്മമണ്ട എങ്കോസിയുടെ ഹാഫ് ഓഫ് എ യെല്ലോ സൺ. ബെൻ ഓക്രി ദ ഫാമിഷ് റോഡിൽ വരുന്ന ക്യാരക്ടറാണ്, പ്രൊട്ടഗോണിസ്റ്റ് ആണ് അസാറോ. അസാറോ. ഓക്കെ, സോ ചിന്നു അച്ചബിയുടെ ആൻഡ്രൽസ് ഓഫ് സവാനയിൽ വരുന്നത് ക്രിസ് ഒറീക്കോ, പിന്നെ ഹാഫ് ഓഫ് എ യെല്ലോ സണ്ണിൽ വരുന്നത് ഉഗ്ഗു, ആൻഡ് ഫാമിഷ് റോഡിൽ വരുന്നത് അസാറോ. ഓക്കെ, അപ്പം ദ ജോയ്സ് ഓഫ് മദർഹുഡ് വരുന്ന ക്യാരക്ടറിന്റെ പേരാണ് എന്നു ഈഗോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8th question. The title Things Fall Apart is drawn from a poem by which poet? Things Fall Apart എന്ന് പറയുന്ന ആരുടെ വർക്കാണ്? ചിന്നു അച്ചബി. ചിന്നു അച്ചബിയുടെ വർക്ക് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്നുള്ള ടൈറ്റിൽ, ഈ ടൈറ്റിൽ എവിടെ നിന്നാണ് വന്നത്? സോ ഇറ്റ് വാസ് ടേക്കൺ ഫ്രം എ പോയം. അപ്പം ആരുടെ പോയത്തിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്? അപ്പം 4 ഓപ്ഷൻസ് ആണുള്ളത്. യീറ്റ്സ്, ടെഡ് ഹ്യൂഗ്സ്, W.H. Auden, റോബർട്ട് ലവൽ. ഓക്കെ, ആരുടെ വർക്ക് നിന്നാണ് വന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദി ആൻസർ ഇസ് W.B. Yeats. ഓക്കെ, സോ W.B. Yeatsന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് കമ്മിങ്. ഓക്കെ, അതിൻ്റെ അകത്ത് ആ പോയത്തിലെ 3rd ലൈൻ ആണ് വരുന്നത്. തിങ്സ് ഫോൾ അപ്പാർട്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട്, the sender cannot hold. ഇങ്ങനെയാണ് ആ പോയത്തിന്റെ ലൈൻ പോകുന്നത്. തിങ്സ് ഫോൾ അപ്പാർട്ട്, ദ സെൻഡർ കനോട്ട് ഹോൾഡ്. സോ ഈ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഈ ഫ്രേസ് ആണ് ഈ പോയത്തിൽ നിന്നും ചിന്നു അച്ചബെ ആളുടെ വർക്കിനുള്ള ടൈറ്റിൽ ആയിട്ട് എടുത്തത്. ഓക്കെ, സോ ദ പോയം ഇസ് സെക്കൻഡ് കമ്മിങ് ബൈ W.B. Yeats and that was taken as a title for ചിന്നു അച്ചബി's first work. Okay, ഇനിയും 9th question. Which of the following writers did not receive the Nobel Prize for Literature? Which of the following writers did not receive the Nobel Prize for Literature? Wol Soyinka, Chinnu Achebe, J.M. Coetzee, Nadine Gordimer. Okay, ഇതിൻ്റെ അകത്ത് ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടാതെ പോയത്? നോബൽ പ്രൈസ് കിട്ടാതെ പോയത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ചിന്നു അച്ചബെ. ചിന്നു അച്ചബെക്ക് ഇതുവരെ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. ബാക്കി ഇത്രയും പേർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവര് എല്ലാവരും ആഫ്രിക്കൻ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, സോ വോൾ സോയിങ്ക ഇസ് നൈജീരിയൻ. വോൾ സോയിങ്ക ഇസ് നൈജീരിയൻ. J.M. Coetzee is African Australian. Okay, African Australian. പിന്നെ നാഡിൻ ഗോർഡിമർ, ഷീ ഈസ് സൗത്ത് ആഫ്രിക്കൻ. ഓക്കെ, ചിന്നു അച്ചബി അറിയാലോ, ചിന്നു അച്ചബിയും നൈജീരിയൻ ഒറിജിൻ തന്നെയാണ്. ഓക്കെ, സോ ചിന്നു അച്ചബി ഹാസ് നോട്ട് റിസീവ്ഡ് Nobel Prize for Literature. Okay, 10th question. Which of the following characters is killed in Achebe's Things Fall Apart in conformity with an African tribal custom? Which of the following characters is killed in Achebe's Things Fall Apart in conformity with an African tribal custom? അപ്പോൾ ഒരു ആഫ്രിക്കൻ ട്രൈബൽ കസ്റ്റത്തിന് കൺഫേം ചെയ്തുകൊണ്ട് അതുപോലെ ചെയ്തുകൊണ്ട് ഏത് ക്യാരക്ടറിനെയാണ് അച്ചബിയുടെ തിങ്സ് ഫോൾ അപ്പാർട്ടിൽ കൊന്നു കളയുന്നത്? ആരെയാണ് ഇതിൻ്റെ അകത്ത് കൊല്ലുന്നത്? ഓക്കെ, അപ്പം ആസ് എ പാർട്ട് ഓഫ് ദ കസ്റ്റം ആരെയാണ് കൊല്ലുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ദർ ആർ 4 ഓപ്ഷൻസ്. ഒക്കോൻക്വോ, ഒബിൻറിക്ക, ഇക്കെമെഫുന, നുവോയെ. ഏത് ക്യാരക്ടറിനെയാണ് ഇതിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറിനെയാണ് ട്രൈബൽ കസ്റ്റത്തിന്റെ ഭാഗമായി കൊന്നത് അതാണ്. ഓക്കെ, സോ ദി ഓപ്ഷൻ ഇസ് ഇക്കെമെഫുന. ഓക്കെ, ഇക്കെമെഫുന. ആൻഡ് ഇക്കെമെഫുനെ കൊല്ലുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി, ഒരു വുമൺ വാസ് മർഡേർഡ്. ഓക്കെ, മർഡർ ഓഫ് എ വുമൺ. അപ്പം ഈ
ഈ വിമന്റെ ഈ പെണ്ണ് മരിച്ചപ്പോൾ ആ പെണ്ണിന്റെ ആ മരണത്തിൽ നിന്നും മോക്ഷം കിട്ടാനായിട്ട് ഒരു വില്ലേജ് ഒറാക്കിളിൽ പറഞ്ഞതാണ് ഇക്കമെഫുനെ കൊന്നാൽ ശരിയാകും. ഇറ്റ് വാസ് എ വില്ലേജ് കസ്റ്റം. ഓക്കെ, സോ ദ ട്രിഗർ വാസ് ഇങ്ങനെ ഒരു ആള് മരിച്ചു. ഓക്കെ, ദിസ് മർഡർ ഓഫ് ദിസ് വിമൻ ഹാപ്പൻഡ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ചിന്നു അച്ചബേനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ചിന്നു അച്ചബയാണ് ഫോക്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തത്. സോ നേരത്തെ പറഞ്ഞതുപോലത്തെ ഇപ്പൊ തുടങ്ങിയ കൊങ്കോഡ് ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണെങ്കിലും അത് പ്രയോജനപ്പെടുത്തേ ഉള്ളൂ. ഒരു അറ്റംപ്റ്റ് കളയേണ്ട ഒരു ആവശ്യമില്ല. ജൂണിൽ നിങ്ങൾ JRF വേണ്ടി തന്നെ എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ജനുവരിയിലെ നല്ലോണം പ്രിപ്പയർ ചെയ്ത് എഴുതി പോകാനായിട്ട് ഈ കൊങ്കോഡ് ബാച്ച് നിങ്ങളെ സഹായിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.